എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പോണ്ടിച്ചേരിയിലാണ് കേട്ടോ. അപ്പം 2 ദിവസത്തെ പോണ്ടിച്ചേരി ട്രിപ്പിന് വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് 2 ദിവസത്തെ വീഡിയോ നമുക്ക് കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പിയാണോ? ഹാപ്പി. നമ്മളങ്ങനെ അരുൾമികു മണക്കുള വിനായക ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ ക്ഷേത്രത്തെപ്പറ്റി പറയുന്നത് ഗണേശദേവന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രം വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രവും അതുപോലെ വിനോദസഞ്ചാര കേന്ദ്രമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇതിനെപ്പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് ഫ്രഞ്ച് അധിനിവേശത്തിന് മുമ്പുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. പിന്നെ ഡ്യൂപ്ലിസിൻ്റെ ഭരണകാലത്ത് ഈ ക്ഷേത്രം നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുവെന്ന് പറയപ്പെടുന്നു. അതുമാത്രമല്ല, ഇതിനുള്ളിലെ 7.5 കിലോയോളം വരുന്ന സ്വർണ്ണത്തിൽ പൊതിഞ്ഞ രഥവും വളരെ പ്രശസ്തമാണ്. ഇത് പോണ്ടിച്ചേരിയിലെ പ്രൊമനേഡ് ബീച്ചിന് അഭിമുഖമായിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത് കേട്ടോ. ബീച്ച് റോഡിൽ നിന്നും ഏതാണ്ട് 10 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ നടന്നെത്താൻ വേണ്ടി. താങ്ക് യു ബ്രദർ. നമ്മളങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ബോട്ടിങ്ങിന് വേണ്ടി പോവാണ്. ടോണസ്, അപ്പം നമ്മളിവിടെ പോവാണ് ഇപ്പം ബോട്ടിങ്ങിന്. ഇപ്പം 8 പേരുടെ ടീമാണെന്നാണ് പറഞ്ഞത്. ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ കേട്ടോ എന്തൊക്കെ സംഭവം. അടിപൊളിയാണ് കേട്ടോ. ഈ മരത്തിനിടയിൽ കൂടെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ചെറിയ പാലവും ആ തണലും ഒക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബോട്ടിങ് ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ള ബോട്ട് ഇവിടെ ഉണ്ട്. നമ്മുടെ ബോട്ട് അങ്ങനെ എടുത്തിട്ടാണ് കേട്ടോ. പുള്ളിക്കാരൻ ആട്ടി കളിക്കുന്നുണ്ടോ? അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമാണ്. നമ്മൾ ബുൾഷിപ്പ് ബോട്ടിങ്ങിൻ്റെ പാക്കേജ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. 4 സ്ഥലങ്ങളാണ് അവർ കാണിക്കുന്നത്. റിവർ മൗത്ത്, പിന്നെ അതുപോലെ തന്നെ മാംഗ്രൂവ്സ് ഫോറസ്റ്റ്, പിന്നെ അരിക്കമേട് എന്ന് പറയുന്നൊരു പഴയ ഒരു ബിൽഡിങ്, പിന്നെ അതുപോലെ തന്നെ പോണ്ടിച്ചേരി ഫിഷിംഗ് ഹാർബറൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഇതാണ് കടലും കായലും ചേർന്ന് കേട്ടോ. ഇപ്പോൾ അത് കടലാണ്, ഇവിടെ കായൽ. ഇവിടെ വന്നിട്ട് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് അവർ കാണിക്കുന്നുണ്ട്. നേരെ ഓടിക്കാൻ അറിയത്തില്ലെന്നോ. അവർ കൊണ്ടുവന്നാണ്. മീൻ പിടിക്കാൻ വേണ്ടി നമ്മളങ്ങനെ ഫിഷിംഗ് ഹാർബറിലേക്ക് വന്നോട്ടെ. ഇതാണ് ഇവിടുത്തെ ഫിഷിംഗ് ഹാർബർ. ടൈറ്റാനിക് ആണെന്ന് ഓർക്കുന്നത്. അങ്ങനെയാണ് ഫോട്ടോ എടുത്തു തരാം. ഇവിടെ എല്ലാം നോക്കണ്ട.
അങ്ങനെ നമ്മൾ മാംഗ്രൂവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ കണ്ടൽക്കാടുകൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. മനുഷ്യജീവിതത്തിൻ്റെയും പ്രകൃതിയുടെയും സന്തുലിതാവസ്ഥയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകമാണ് കേട്ടോ ഈ കണ്ടൽക്കാടുകളെന്ന് പറയുന്നത്. മണ്ണൊലിപ്പ് തടയുക, കാലാവസ്ഥയെ പിടിച്ചു നിർത്തുക, വെള്ളം ശുചീകരിക്കുക, അതുപോലെ തന്നെ ധാതു സമർത്ഥമായിട്ടിരിക്കുക, അങ്ങനെ ധാരാളം പ്രത്യേകതകളാണ് ഈ കണ്ടൽക്കാടുകളെ കൊണ്ടുള്ളത് കേട്ടോ. ഇത് സംരക്ഷിക്കപ്പെടേണ്ടത് വളരെ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ എന്തോ സംഭവം കേട്ടോ, നമ്മളിവിടെ പാർക്ക് ചെയ്യാണ്. അങ്ങനെ നമ്മളിപ്പം ഇവിടെ അരിക്കമേട് എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്രകൾ തുടരുകയാണ് കേട്ടോ. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, ആൾക്കാരൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതെന്തോ പൊളിഞ്ഞു കിടക്കുന്ന പഴയ എന്തോ ബിൽഡിങ്ങാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ നിർമ്മിതിയുടെ ശേഷിപ്പുകൾക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഏകദേശം BC 2-ാം നൂറ്റാണ്ട് മുതൽ AD 8-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയും റോമൻ സാമ്രാജ്യവും തമ്മിൽ നടന്നിരുന്ന വ്യാപാര ബന്ധത്തിൻ്റെ തിരുശേഷിപ്പുകളാണ് ഇതൊക്കെ. ഏകദേശം 1700-ന് ശേഷമാണ് ഈ നിർമ്മിതിയെപ്പറ്റി പുറലോകം അറിയാൻ തുടങ്ങിയത്. ഇവിടെ നിന്നും വൈൻ ജാറുകൾ, ഒലിവ് ഓയിലിൻ്റെ ജാറുകൾ, മൺപാത്രങ്ങൾ, നാണയങ്ങൾ, അതുപോലെ തന്നെ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ആരാധനാ സംബന്ധമായിട്ടുള്ള സാധന സാമഗ്രികളും ഇവിടെ നിന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രഞ്ച് കോളനിയുടെ വശങ്ങളിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് നടക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഫ്രഞ്ച് കോളനിയുടെ ഭാഗത്തായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്, പഴയ നിർമ്മിതികളൊക്കെയാണ്, നല്ല മനോഹരമായിട്ടുള്ള. അങ്ങനെ നമ്മൾ സ്വപ്നക്കൂട് ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലേക്ക് എത്തി കേട്ടോ. എൻ്റെ ഇവിടെയാണ് സ്വപ്നക്കൂട് ഷൂട്ട് ചെയ്യുന്നതാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ യാത്രകളിൽ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്ന പോലെ ഞങ്ങൾക്ക് കിട്ടിയ 2 കൂട്ടുകാരാണ് കേട്ടോ, ഈ ചേച്ചിയും ചേട്ടനും. ഇവർ നാട്ടിലുള്ളവരാണ്. അവർ നമ്മളെപ്പോലെ ഇവിടെ കറങ്ങാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ബാക്കിയുള്ള സമയങ്ങൾ ഞങ്ങൾ ഇവരുടെ കൂട്ടത്തിൽ കൂടി കേട്ടോ. ഇവർ ഞങ്ങൾക്ക് കുറേ ഫോട്ടോസ് എടുത്ത് തന്നു, ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിച്ചു. അങ്ങനെ അവർ നാട്ടിലേക്ക് പോരുന്നത് വരെ ഞങ്ങൾ അവരോടൊപ്പമായിരുന്നു. ആ ധാബയിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു പ്രൈവറ്റ് ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാവേ. ഇവിടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ആണ് കേട്ടോ. ഇതധികം തിരക്കില്ലാത്ത ഒരു ബീച്ചാണ് കേട്ടോ. ഇതൊരു പ്രൈവറ്റ് ബീച്ച് ആയതുകൊണ്ട് എൻട്രി ഫീസൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അധികം തിരക്ക് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ പകലത്തെ കറക്കത്തിന് ശേഷം നമ്മളിവിടെ റോക്ക് ബീച്ചിലെത്തിയിരിക്കുകയാണ് കേട്ടോ. സ്വപ്നക്കൂട് എന്ന് പറയുന്ന സിനിമ ഈ ഭാഗത്തായിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഇതിൻ്റെ ഇതിലെ നടന്നു പോകുമ്പോഴത്തേക്കിനാണ് ഈ കാണുന്നതാണ് നമ്മുടെ സ്വപ്നക്കൂട് സിനിമയിലെ വീടെന്ന് പറയുന്നത്. നമ്മളെ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ സമയം സന്ധ്യ കഴിഞ്ഞു കേട്ടോ. ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ട് ഇവിടെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് റോക്ക് ബീച്ച് കേട്ടോ. സന്ധ്യ ആയതുകൊണ്ട് എത്രമാത്രം ക്ലിയർ ആണെന്ന് അറിയത്തില്ല. ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള സംവിധാനമില്ല കേട്ടോ. ഇവിടെ
കടൽ തീരത്തായിട്ട് കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണിത്. റോക്ക് ബീച്ചിൽ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് മാറി ഒരു അടിപൊളി ഫുഡ് സ്പോട്ടാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ. നല്ല ചീപ്പ് റേറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി സീ ഫുഡ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ തട്ടുകടകൾ പോലെ ആയതുകൊണ്ട് ഓരോ കടയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് എന്തോരമാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ കഴിക്കാൻ പറ്റുന്നതൊക്കെ കഴിച്ച് ബാക്കി പാഴ്സലും എടുത്ത് നമ്മൾ റൂമിലേക്ക് പോയി കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിയുകയാണ്. ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ ബൈ, സീ യു.